ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1641. ഇന്ന് ജൂൺ മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 180-ാമത്തെ ദിവസത്തിലെത്തി. 6 ശിഷ്യന്മാരുടെ പേരുകളൊന്ന് ഉള്ളിൽ ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞ പുലരികളിൽ ശ്രമിച്ചിരുന്നു. ഓർമ്മയുണ്ടോന്നറിയില്ല, ഓർത്തു വെച്ചിട്ടുണ്ടോന്ന്. ആദ്യത്തേത് അന്ത്രയോസും അനുജനായ സെമോവൻ പത്രോസും, പിന്നെ യേശു കണ്ടെത്തിയ ഫിലിപ്പോസും ഫിലിപ്പോസ് കണ്ടെത്തിയ ബർത്തുൽമായി അല്ലെങ്കിൽ നഥാനിയേലും. 5-ാമനും 6-ാമനും യാക്കോബും യോഹന്നാനുമായിരുന്നു. 2 പേരെ കൂടി നമ്മളൊന്ന് പരിചയപ്പെട്ടാൽ, സുവിശേഷത്തിന്റെ ആദ്യ സുവിശേഷം എഴുതിത്തന്ന മത്തായി ശ്ലീഹായാണ്. പിന്നീട് നമ്മുടെ ഭാരതത്തിന്റെ കാവൽപിതാവായ തോമസ് ശ്ലീഹായും. അങ്ങനെ മത്തായിയും തോമസും കൂടി കൂടുമ്പോൾ 8 ആളുകൾ നമുക്കൊപ്പം ആവുന്നുണ്ട്. ഫിലിപ്പോസ് മറവിയിൽ മറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനാണ്. യോഹന്നാൻ ശ്ലീഹ ഒഴികെ മറ്റാരും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോസ്തലന്മാരുടെ പട്ടികയിലെ പേരുണ്ടെന്ന് മാത്രമാണ്. എന്നാൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിലാവട്ടെ ഫിലിപ്പോസ് 4 പ്രാവശ്യം കടന്നു വരുന്നുണ്ട്. ഒന്ന് വായിച്ച് കണ്ടെത്തേണ്ടതാണ്. ഫിലിപ്പോസാണ് നഥാനിയേലിനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഈ നഥാനിയേലിനാണ് ബർത്തുൽമായി എന്നൊരു പേരും കൂടി ഉള്ളത്. യേശുവിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും മറ്റുള്ളവരെ അവങ്കലേക്ക് നടത്തും. ആളാമ്പ്രതിയുള്ള സുവിശേഷ വേലയ്ക്ക് അന്ത്രയോസ് ആദ്യത്തെ മാതൃകയായെങ്കിൽ 2-ാമത്തെ സ്ഥാനം ഈ കാര്യത്തിൽ ഫിലിപ്പോസിനാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനോടായിട്ട് യേശുവിന്റെ ഒരു വചനമുണ്ട്. ഇത്രയും കാലം എന്നോടൊത്തായിരുന്നിട്ടും എന്തേ ഫിലിപ്പോസ് നീ എന്നെ അറിയാതെ പോയി? ഈ കാലമത്രയും ഒരുമിച്ചായിരുന്നിട്ടും പരസ്പരം അറിയാതെ പോകുന്ന ഭൂമിയിലെ മുഴുവൻ മനുഷ്യബന്ധങ്ങൾക്കിടയിലും ഫിലിപ്പോസും യേശുവും ഉണ്ടാവും. ഈ കാലമത്രയും ഒരുമിച്ചായിരുന്നിട്ട് എന്നെ എന്തേ അറിയാതെ പോയി ഫിലിപ്പോസെ? ഹൃദയം പിളർക്കുന്നൊരു ചോദ്യമായിരുന്നു യേശുവിൻ്റേത്. ബുദ്ധിയുള്ള നമ്മൾ ഇന്ന് സുവിശേഷം വായിക്കുമ്പോൾ അത് ഫിലിപ്പോസിന് മാത്രം ബാധകമായ, ഫിലിപ്പോസിനോട് മാത്രം യേശു ചോദിച്ചതായിട്ടാണ് കാണുന്നത്, വായിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. സുവിശേഷത്താളിൽ ഫിലിപ്പോസിന്റെ സ്ഥാനത്ത് സ്വന്തം പേരും കൂടെ എഴുതി ചേർക്കണം. ഇത്രയും കാലം ഒപ്പമുണ്ടായിട്ട്, കാവലായിട്ട്, കരുതിയിട്ട്, കരുണ കാണിച്ചിട്ട് യേശുവിനെ നമ്മൾ എന്തുമാത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറെ കൂടി തിരിച്ചറിയാനായിട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ ശരിക്കും നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സുവിശേഷങ്ങളിൽ കിട്ടാത്ത കുറേയേറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഫിലിപ്പോസിന്റെ പ്രായോഗികമായ ശേഷിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ശരിക്കും ഈ സുവിശേഷത്തിന്റെ താളിലൂടെ കടന്നു പോകണം. അങ്ങനെ യേശുവിനെ അറിഞ്ഞ ഫിലിപ്പോസ് മറ്റൊരാളെ യേശുവിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് തന്റെ സ്നേഹിതനായ നഥാനിയേല. എന്റെ ഈ കാലം വരെയുള്ള യേശു ജീവിതത്തിനിടയിൽ ഞാൻ ആരെയെങ്കിലും ഒരാളെ ഒരു യേശു സ്നേഹത്തിലേക്ക്, യേശു ബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? സ്വയം ഒന്ന് പരിശോധിക്കാനും കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്താം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.